Hi friends. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാവയ്ക്ക ഉപയോഗിച്ച് എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്നാണ്. പാവയ്ക്കയുടെ കയ്പൊക്കെ മാറ്റി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചോളൂ. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനായിട്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്ക എണ്ണയിൽ നന്നായിട്ടൊന്ന് നമുക്ക് വതക്കി എടുക്കണം. ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും. ഒരു പിഞ്ച് ഓഫ് കായപ്പൊടി. പിന്നെ നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട. നമ്മൾ വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീമിൽ വേണം നമ്മൾ പാവയ്ക്ക വേവിച്ചെടുക്കാൻ. ആ എണ്ണയിൽ നന്നായിട്ട് വെന്ത് വരും. ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കും. സാമ്പാർ പൊടിയും പാവയ്ക്കയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പാവയ്ക്കയുടെ ഒരു മെഴുക്കുവരട്ടിയാണിത്. പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് കൂടെ ഇഷ്ടമാകും. ഇതുപോലൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും പാവയ്ക്ക, ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. Thank you for watching Radhu's Food Court. See you in the next recipe. Bye bye.